നമ്മുടെ സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളാണോ ഉള്ളത്, അതോ 9ാമതൊരാൾ അദൃശ്യനായി ഇരുട്ടിൽ ഒളിച്ചിരിപ്പുണ്ടോ? ഭൂമിയേക്കാൾ പലമടങ്ങ് വലുപ്പമുള്ള ഒരു ഭീമൻ ഗ്രഹം നമ്മുടെ സൗരയൂഥത്തിന്റെ അറ്റത്ത് എവിടെയോ ഉണ്ടെന്ന ആശയം ശാസ്ത്രലോകത്ത് ഒരു പുതിയ ചർച്ചയല്ല. പ്ലൂട്ടോയെ കണ്ടെത്തുന്നതിനും മുൻപ് പ്ലാനറ്റ് എക്സ് എന്ന പേരിൽ ഈ ആശയം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ തെളിവുകളും പുതിയ വെല്ലുവിളികളും ഈ 9ാം ഗ്രഹത്തെക്കുറിച്ചുള്ള അന്വേഷണത്തെ വീണ്ടും ആവേശകരമാക്കിയിരിക്കുകയാണ്. 2016 കാൽഡെക്കിലെ ജ്യോതിശാസ്ത്രജ്ഞരായ കോൺസ്റ്റാന്റിൻ ബാറ്റിഗിൻ, മൈക്ക് ബ്രൗൺ എന്നിവരാണ് ഈ പുതിയ സിദ്ധാന്തം മുന്നോട്ടുവച്ചത്. അതിന്റെ അടിസ്ഥാനം കൈപ്പർ ബെൽറ്റാണ്. നെപ്റ്റ്യൂണിനപ്പുറമുള്ള പ്ലൂട്ടോ ഉൾപ്പെടെയുള്ള കുള്ളൻ ഗ്രഹങ്ങളുടെയും ഛിന്നഗ്രഹങ്ങളുടെയും ഒരു ഭീമൻ വലയമാണിത്. ഇവിടുത്തെ പല വസ്തുക്കളുടെയും ഭ്രമണപഥങ്ങൾ വളരെ വിചിത്രമാണ്. അവയെല്ലാം ഒരേ ദിശയിലേക്ക് കൂട്ടം കൂടിയിരിക്കുന്നതുപോലെ. എന്തോ ഒരു വലിയ അദൃശ്യശക്തിയുടെ ഗുരുത്വാകർഷണം ഇവയെ ഒരു ഇടയൻ ആടുകളെ മേയ്ക്കുന്നതുപോലെ ഒരു പ്രത്യേക ദിശയിലേക്ക് തള്ളിവിടുന്നുണ്ടാകാം എന്നായിരുന്നു അവരുടെ വാദം. ആ അദൃശ്യനായ ഇടയനാണ് 9ാം ഗ്രഹം. ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ പിന്നീട് പലതും വന്നു. 2017 ഈ 201 പോലുള്ള കുള്ളൻ ഗ്രഹങ്ങളെ കണ്ടെത്തിയപ്പോൾ അവയുടെ ഭ്രമണപഥങ്ങൾ സാധാരണ പോലെ വൃത്താകൃതിയിലായിരുന്നില്ല, മറിച്ച് വളരെ ദീർഘവൃത്താകൃതിയിലായിരുന്നു. ഒന്നുകിൽ അതിന്റെ തുടക്കത്തിൽ മറ്റെന്തെങ്കിലും വസ്തുവുമായി കൂട്ടിയിടിച്ചിരിക്കണം, അല്ലെങ്കിൽ 9ാം ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണം അതിനെ ഈ വിചിത്രമായ പാതയിലേക്ക് തള്ളിവിട്ടിരിക്കണം. 9ാം ഗ്രഹം ഇല്ല എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്, കാരണം നമ്മൾ കാണുന്ന ഈ പ്രതിഭാസങ്ങൾക്ക് മറ്റൊരു നല്ല വിശദീകരണവും നിലവിലില്ല, മൈക്ക് ബ്രൗൺ ഈയിടെ പറയുകയുണ്ടായി. എന്നാൽ കഥ ഇവിടെ സങ്കീർണമാവുകയാണ്. 9ാം ഗ്രഹസിദ്ധാന്തത്തിന് ചില വലിയ വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നുണ്ട്. അതിലൊന്നാണ് സെഡ്നോയിഡുകൾ എന്ന് വിളിക്കുന്ന പുതിയ തരം വസ്തുക്കളുടെ കണ്ടെത്തൽ. സെഡ്നോയിഡുകൾ സൗരയൂഥത്തിൽ വളരെ ദൂരെയായി, നെപ്റ്റ്യൂണിന്റെ സ്വാധീനം പോലുമില്ലാത്ത സ്ഥലത്താണ് കാണപ്പെടുന്നത്. അടുത്തിടെ കണ്ടെത്തിയ 2023 ഉൾപ്പെടെ 4 സെഡ്നോയിഡുകളെ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെയെല്ലാം ഭ്രമണപഥങ്ങൾ അതിശയകരമാംവിധം സ്ഥിരതയുള്ളതാണ്. അതായത് അവയുടെ ഭ്രമണപഥത്തെ കാര്യമായി ശല്യപ്പെടുത്തുന്ന ഒരു വലിയ ഗ്രഹവും അവയുടെ പരിസരത്തില്ല. ഇതിനർത്ഥം 9ാം ഗ്രഹം എന്നൊന്നുണ്ടെങ്കിൽ അത് ഈ സെഡ്നോയിഡുകളെ ശല്യപ്പെടുത്താത്ത അത്രയും, അതായത് നമ്മൾ കരുതിയതിലും വളരെ വളരെ ദൂരെയായിരിക്കണം. ഒരുപക്ഷേ സൂര്യനിൽ നിന്ന് 500 അസ്ട്രോണമിക്കൽ യൂണിറ്റിലും അപ്പുറം. അപ്പോൾ ഇങ്ങനെയൊന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മളിതുവരെ അതിനെ കണ്ടെത്തിയില്ല? ഉത്തരം ലളിതമാണ്. സൗരയൂഥത്തിന്റെ പുറംഭാഗം അതിവിശാലവും ഇരുണ്ടതും തണുത്തുറഞ്ഞതുമാണ്. അവിടേക്ക് ഒരു പേടകം അയച്ച് ഈ ഗ്രഹത്തെ കണ്ടെത്താൻ നാസയുടെ ന്യൂ ഹൊറൈസൺസ് പേടകത്തിന്റെ വേഗത വെച്ച് കണക്കാക്കിയാൽ പോലും 118 വർഷത്തിലധികം വേണ്ടിവരും. അത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തുനിന്നുമുള്ള ദൂരദർശിനികളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ 9ാം ഗ്രഹം ഒരു യാഥാർത്ഥ്യമോ അതോ ഭാവനയോ? ഉത്തരം ഇപ്പോഴും അജ്ഞാതമാണ്. ഒരുവശത്ത് കൈപ്പർ ബെൽറ്റിലെ വസ്തുക്കളുടെ വിചിത്രമായ ഭ്രമണപഥങ്ങൾ ഒരു വലിയ ഗ്രഹത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മറുവശത്ത് സെഡ്നോയിഡുകളുടെ സ്ഥിരതയുള്ള ഭ്രമണപഥങ്ങൾ ആ ഗ്രഹം വളരെ ദൂരെയായിരിക്കണമെന്നും അല്ലെങ്കിൽ ഇല്ലെന്നും പറയുന്നു. ഇതൊരു ആവേശകരമായ ശാസ്ത്രീയ കുറ്റാന്വേഷണ കഥ പോലെയാണ്. ഓരോ പുതിയ കണ്ടെത്തലും ഈ രഹസ്യത്തിന്റെ പുതിയൊരു ഭാഗം നമുക്ക് മുന്നിൽ തുറന്നുതരുന്നു. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്നു കാണാം, സൗരയൂഥത്തിന്റെ ആ ഇരുണ്ട കോണിൽ നിന്ന് വരും വർഷങ്ങളിൽ എന്തെല്ലാം അദ്ഭുതങ്ങളാണ് പുറത്തുവരാൻ പോകുന്നതെന്ന്.